ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം കേട്ടോ. ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. നമുക്ക് സ്റ്റോക്ക് റൂമിൽ പോകേണ്ട ആവശ്യമുണ്ടേനും കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാണ്ടേനും അതേ ഹോം ഷോപ്പിൻ്റെ കേട്ടോ. അതേപോലെ തന്നെ സ്റ്റോക്ക് എണ്ണാനും ഒക്കെ ഉണ്ടായിനി. അപ്പോൾ ഉച്ചക്ക് ഞാനും ബാവുക്കാക്കും മാത്രമേ ഉള്ളതിന് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. രാത്രിക്കത്തെ കൂട്ടാനൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു. പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിനും. അപ്പോൾ നല്ല അയില മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കൂട്ടാൻ ഉണ്ടാക്കണം. പിന്നെ മക്കൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചായയൊക്കെ എടുത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മീൻ നന്നാക്കാനൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ എന്നോട് ചില കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, എനിക്കൊരു മാസം എത്രയാണ് വരുമാനം, എൻ്റെ വരുമാനത്തിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് എപ്പോഴും തിരക്കാണല്ലോ ഈ ഹോം ഷോപ്പിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കാറ്ററിംഗ് വർക്ക്, പിന്നെ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വീട്ടുജോലി, ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് നിൻ്റെ മക്കളെയൊക്കെ പഠിപ്പിക്കലെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ 4 മക്കളെയും പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നുള്ളത്. അതെല്ലാ പേരൻസിനും അങ്ങനെ തന്നെ ആവും. പിന്നെ ചിഞ്ചുമോളും മഞ്ജുമോളും വലിയ കുട്ടികളായതാണല്ലോ. അപ്പോൾ ഓരെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇപ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഐഫക്കുട്ടിനെയും റിച്ചുവിനെയാണ് കേട്ടോ. അപ്പോൾ ഐഫക്കുട്ടി പിന്നെ പഠിക്കാൻ വിളിച്ചാലൊക്കെ വരും. റിച്ചുമോൻ്റെ കാര്യത്തിലാണ് ആകെ ടെൻഷൻ ഉള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത്തിരി സമയം ഒഴിവ് കിട്ടിയാൽ ഫുട്ബോൾ കളിക്കാൻ പോകും. അപ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ ഓനെ കിട്ടൂല, ഓൻ ഫ്രീ ആകുമ്പോൾ എന്നെ കിട്ടൂല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റും, ഞാൻ അവനെ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ നന്നാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ക്ലാസ് ഒന്ന് കണ്ടുനോക്കാം നമുക്ക്. ഇപ്പോൾ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുക എന്തെങ്കിലും ട്യൂഷനൊക്കെ വിട്ടാൽ മതി. ഇനി കുട്ടികൾക്കും അതേപോലെ തന്നെ നല്ല ടെൻഷനാവും. ഇവർ കൂടുതലും എക്സാമിൻ്റെ തലേന്ന് ഇരുന്നിട്ടാണല്ലോ. ഇവിടെ റിച്ചുവിൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്നിട്ട് പഠിക്കാൻ തുടങ്ങും. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒക്കെ കൂടെ പഠിക്കാൻ നിൽക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണല്ലേ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പഠിച്ച് എക്സാമിന് പോകുമ്പോൾ. ഇപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണോണ്ടേ അവൻ ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ റിച്ചുമോൻ 7ാം ക്ലാസ്സിലാട്ടോ പഠിക്കുന്നത്, ഇനി 8ാം ക്ലാസ്സിലേക്കാണ്. പിന്നെ ഇവരെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചറാണ് കേട്ടോ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് അപ്പം തന്നെ അവർ ക്ലിയർ ചെയ്ത് കൊടുക്കും. അത് മാത്രമല്ല കേട്ടോ, എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് അറിയോ ടീച്ചറും അവനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. പിന്നെ ഇപ്പോൾ റിച്ചുമോൻ അറ്റൻഡ് ചെയ്യുന്നത് ഇൻ്റർവെല്ലിൻ്റെ സിലബസ് ഓറിയൻറ്റ് ട്യൂഷനായിട്ടുള്ള ക്ലാസ് റൂം കോഴ്സാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്കൂളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ സർവീസും കാര്യങ്ങളും ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇവർ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തും. അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് അവരുടെ അക്കാഡമിക് ലെവൽ എന്താണെന്ന്, അവരെവിടെയെങ്കിലും വീക്കായിട്ടുണ്ടോ, അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ട കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ അവർ കൊടുക്കുക. അപ്പോൾ റിച്ചുമോന് അങ്ങനത്തെ ക്ലാസ്സാണ് അവർ കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അസസ്മെൻ്റ് എടുത്ത സമയത്ത് നമ്മുടെ കുട്ടിക്ക് ബേസിക് ഇഷ്യൂസാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ആദ്യം ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അവരുടെ ബേസിക് എല്ലാം ക്ലിയർ ചെയ്യും. അതിപ്പോൾ ഇംഗ്ലീഷോ മലയാളമോ സയൻസോ മാത്സോ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും 30-40 ഡേയ്സിനുള്ളിൽ കമ്പ്യൂട്ടറിൽ ക്ലിയർ ചെയ്ത് കൊടുക്കും. റിച്ചുമോൻ ഇപ്പോൾ ഇംഗ്ലീഷിനും മാത്സിനുമാണ് കേട്ടോ ജോയിൻ ചെയ്തിട്ടുള്ളത്. എല്ലാ വിഷയത്തിലും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇവരെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ടേം എക്സാം കഴിയുമ്പോഴും ഓൺലൈൻ പാരൻസ് മീറ്റിംഗ് ഇവർ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളുടെ അക്കാഡമിക് ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഈ ക്ലാസ് റൂം കോഴ്സിന് ശേഷം എനിക്ക് ഒരുപാട് ടെൻഷൻസ് കുറവാണ് കേട്ടോ. എന്താ വെച്ചാൽ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കാറുണ്ട് ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ. അവരോട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതും അതേപോലെ ടീച്ചറായിട്ട് അവനും സംസാരിക്കണമൊക്കെ കാണുമ്പോഴേ നമുക്ക് നല്ലൊരു സന്തോഷവും നല്ലൊരു ഹാപ്പിനെസ്സും ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മക്കൾ പഠിക്കാനെടുക്കുന്ന ഒരു എഫേർട്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമൊക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ ഞാനും ചിലപ്പോൾ മോർണിംഗിലൊക്കെ ഒരു പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓരോ കൂടെ ഇരിക്കാറൊക്കെ ഉണ്ട്. എപ്പോഴും നമുക്ക് ടൈം കിട്ടൂല, എന്നാലും ഉള്ള ടൈമിനനുസരിച്ചിട്ട് ഓരോ കൂടെ ഇരിക്കലുണ്ട്. അപ്പോൾ നമുക്ക് പേരൻസിന് അതൊക്കെ അല്ലല്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റുക. എന്നാലും നമ്മളിങ്ങനെ ഈ ട്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴേ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തല്ലോ എന്നുള്ള ഒരു സമാധാനം നമുക്കുണ്ടാവും. പിന്നെ നമ്മളെ മക്കളെ ഫ്യൂച്ചറല്ലേ നമുക്ക് ഏറ്റവും വലുതില്ലേ. പിന്നെ എക്സാംസ് ഒക്കെ അടുത്ത് കഴിഞ്ഞാലേ എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്രാഷ് കോഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ
അവനക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവൻ തന്നെ പറയാറുണ്ട്. പിന്നെ എക്സാമിനൊക്കെ പോകുമ്പോൾ തന്നെ അവൻ്റെ മുഖത്തൊരു ഹാപ്പിനെസ് ആണ്, ടെൻഷൻസ് ഒക്കെ കുറവായിട്ട് എപ്പോഴും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ സ്റ്റഡീസിൽ വീക്കായ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ. ഈ വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ഉഷാറായി വരുമല്ലോ. അതാട്ടോ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഒന്നും കൂടെ നല്ലൊരു ഇമ്പ്രൂവൻസ് വേണം, ഒന്നും കൂടെ ബെറ്റർ ആകണം എന്നുള്ള കുട്ടികളുണ്ടാവും. അതൊക്കെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ക്ലാസ്സസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ CBSE, സ്റ്റേറ്റ്, NGR എല്ലാ സിലബസിലും അവരുടെ ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും പുറത്തുള്ള ഏത് രാജ്യത്തും ഇവരുടെ സേവനം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആലോചിക്കാതെ അവരുടെ പഠനത്തിൽ ഇതുപോലുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ എന്തായാലും അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളും നമുക്ക് കിട്ടാതിരിക്കില്ല, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റും. ഞാൻ ആദ്യമൊക്കെ റിച്ചുമോന് ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് വീഡിയോയിൽ കാണിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് കാണിച്ചിട്ടില്ലേ. അങ്ങനെ റിച്ചുവിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നേരം കുറേ സമയം ആയിക്കണം കേട്ടോ. വെളിച്ചമൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നേരത്തെ മഗ്‌രിബിൻ്റെ ബാങ്കും കൊടുക്കും. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ഇവിടുന്ന് കയറും വേണം. അപ്പോൾ ഞാനേ ഇന്ന് നമുക്കിപ്പോൾ ഇൻഡസ് വാലിയിൽ നിന്ന് ഇപ്പോൾ പുതിയ ചട്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഫ്രൈ പാന്. ഞാനിത് അപ്പച്ചട്ടി വെക്കാമെന്ന് വിചാരിച്ചിന്. പക്ഷേ ഇതിൽ അപ്പം ചുട്ടിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ, നല്ലോണം ശരിക്കാണ് കിട്ടണില്ല കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ പാൻ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഞാനിതാ നമ്മളെ വൈറൽ ഫിഷ് കറി ആയിട്ട് ഉണ്ടാക്കുന്നത്, കറി ആയിട്ടല്ല, അങ്ങനെ മുളക് കറി ആയിട്ട് ഉണ്ടാക്കുമല്ലോ, അങ്ങനെ കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗിയില്ലല്ലേ കാണാൻ, നല്ല ടേസ്റ്റും ഉണ്ടായിന്, നല്ല കളറൊക്കെ ഉണ്ടായിന് കേട്ടോ. ക്യാമറമ്മ എന്തൊക്കെയോ ആയിട്ടുണ്ടോ, ഒന്നാമത് അതാണ്, ഞാൻ എവിടെയോ നെക്കി എന്തൊക്കെയോ ആയിക്കണ് തോന്നുന്നുണ്ട് കേട്ടോ. വെളിച്ചം കുറച്ച് കൂടുതലായതോ എന്താ അറിയില്ല. ഇനി ഇൻഷാല്ല ഒരു ഐഫോണൊക്കെ വാങ്ങണം. ഐഫോണൊക്കെ വാങ്ങിയാൽ പിന്നെ നല്ല ക്ലിയർ ഉണ്ടാവും വീഡിയോ ഒക്കെ അല്ലേ. അപ്പോൾ ഇതാ ഞാനിതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. അകത്ത് വെളിച്ചം കുറവാട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്, കുറച്ചുകൂടി വെളിച്ചം കിട്ടിക്കോട്ടെ വീഡിയോ എടുക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് അടുപ്പ് കത്തിക്കുന്നുണ്ട്. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തീയൊക്കെ കത്തിച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിക്ക് ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്താണ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ട് കയ്യിൽ, അപ്പോൾ അതാണ് ചേർക്കണം. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഉള്ളി ഞാൻ ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിലാക്കിയിട്ട്. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിയിട്ടുണ്ട്. അടുപ്പ് കത്തി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു ചട്ടി. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടുപ്പിലായതുകൊണ്ടേ പൊടികളൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഗ്യാസുമ്മലാവുമ്പം പിന്നെ നമുക്ക് സിമ്മിലാക്കി കൊടുക്കാം. അടുപ്പത്താവുമ്പം പിന്നെ തീ കത്തിയാൽ പിന്നെ പെരുങ്കത്തലാണ്. അപ്പോൾ ഇതാ ഞാനിതിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ അതേപോലെ നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരു ഭംഗിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ അതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് മീനൊക്കെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 6 പീസ് മീൻ എടുത്തിട്ടുണ്ട്. അയില മീനാണ് കേട്ടോ. നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചല്ലോ, നന്നാക്കിയതൊക്കെ വീഡിയോയിൽ കാണിച്ചിനില്ലേ. പിന്നെ റിച്ചുമോനെ ക്ലാസ് വെക്കാൻ പോയി. അപ്പോൾ ഇത് ഇത്ര തന്നെ ഉള്ളൂ. ഈ മീനേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ മേലെ കൂടെയാണ് കേട്ടോ പിന്നെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കൽ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പച്ചവെള്ളം ഒഴിച്ചില്ലേ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് പൊടികൾക്ക്, അപ്പോൾ ആ ഒരു സമയത്ത് ചേർത്താലും മതി പുളി. അപ്പോൾ പുളി കുതിർന്നിട്ടില്ലേ, ഇനി പുളി വെള്ളത്തിൽ ഇട്ടിട്ടുള്ളതിന് കേട്ടോ. അപ്പോൾ അങ്ങനെ പുളിയൊക്കെ വെള്ളത്തിലിട്ട് ആ വെള്ളം അതിന് മീനിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. തീയൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് അടി പിടിക്കലുണ്ടാവില്ല, എന്നാലും ചിലപ്പം പിടിച്ചാലോ. അപ്പോൾ ഞാൻ തീയൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കും കൂടെ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഇപ്പോൾ ആയിട്ടുണ്ട്, ഇനി അത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ വീണ്ടും അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ അടച്ചു വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നോട് കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട് കേട്ടോ, എനിക്ക് എത്ര വരുമാനം, ഒരു മാസം എത്ര സാലറി കിട്ടണമൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഞാനിതുവരെ കറക്റ്റായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ, ആർക്കും അറിയൂല. എൻ്റെ വീട്ടുകാർക്ക് അറിയും, അതേപോലെ എൻ്റെ ഹസ്ബൻഡിന്, അങ്ങനെ ഓർക്കൊക്കെ അറിയും എന്നല്ലാതെ ആർക്കും അറിയില്ല. കാരണം ഞാൻ പറയലില്ല. നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഇതിൽ തന്നെ കുറേ ആൾക്കാർ നമ്മൾ കളിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ. ഇതൊന്നും ഒന്നും കിട്ടൂല, വെറുതെ എന്തിനാ അതിൻ്റെ സമയം കളയണേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനത്തെ പരിഹാസവാക്കുകളൊക്കെ കേട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടു ജോലി എടുക്കണതൊക്കെയല്ലേ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കല്. ഞാൻ അങ്ങനെ ജോലികൾ ചെയ്യണമെന്നല്ല, അധികം കുക്കിംഗ് അല്ല നമ്മൾ വീഡിയോയിൽ കാണിക്കല്. പിന്നെ ചില ആൾക്കാർ ചോദിക്കും ഒരു 5000 ഉറുപ്പ്യൊക്കെ മാസം കിട്ടുമോ. അപ്പോൾ ഈ കളിയാക്കി ചോദിക്കുകയാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ 5000 ഒന്നും അല്ല കേട്ടോ. ചാനലിലുള്ള ആൾക്കാർക്ക് അറിയാം, അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഏണിങ്സ് തന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ എനിക്ക് യൂട്യൂബ് മാത്രമല്ല, യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അതേപോലെ തന്നെ കൊളാബൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ക്യാഷും ഒക്കെ കിട്ടലുണ്ട്. പിന്നെ ഞാൻ ഏതെങ്കിലും ഒന്ന് മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകല്ല. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഹോം ഷോപ്പിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ പിന്നെ നമ്മൾ ഒരു മാസത്തെ സെയിലിനനുസരിച്ചിട്ടുള്ള സാലറി കേട്ടോ അതിൽ നിന്ന് കിട്ടുക. പിന്നെ കാറ്ററിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യണേന് അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് പബ്ലിക്കായിട്ട് പറയാൻ എനിക്കൊരു എന്തോ പോലെയാണ്. ഞാൻ പറയും ഒരു ദിവസം ഇൻഷാ അള്ളാ. ആ ദിവസം ആയിട്ടില്ല, അതാവുമ്പോൾ ഞാൻ എന്തായാലും പറയും കറക്റ്റായിട്ട്. ഇപ്പോൾ ഞാനൊരു ഏകദേശ കണക്ക് പറയാം. എന്തായാലും ഒരു 50,000 രൂപേൻ്റെ അടുത്ത് എനിക്കൊരു മാസം സാലറി ഉണ്ട് ഇപ്പോൾ, അൽഹംദുലില്ലാ. ഞാൻ എപ്പോഴും പഠിച്ചവനോട് പ്രാർത്ഥിക്കല്, എനിക്കൊരു ആദ്യം കേട്ടോ ഒരു 10,000 രൂപ സാലറി കിട്ടണം, എന്തെങ്കിലും ഒരു ജോലി വേണം. അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നാണെങ്കിലും എല്ലാ മാസവും ഒരു 10,000 രൂപയിലും എനിക്ക് കിട്ടണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹവും പഠിച്ചവനോട് എപ്പോഴും അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ പഠിച്ചവൻ എനിക്ക് അതിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടി എൻ്റെ കയ്യിൽ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം. ഞാൻ എന്തായാലും നിങ്ങളെ ആരും മറക്കൂല. കാരണം നമ്മളെ കൈ പിടിച്ച് പൊന്തിച്ചവരെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ഒന്നും കൂടെയൊക്കെ ഉഷാറാക്കിയിട്ട് ഇതിലേറെ ഉഷാറാക്കിയിട്ട് ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ എനിക്കും കുറച്ച് ബാധ്യതകളും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തീർക്കട്ടെ. എല്ലാം തീർന്നിട്ടൊന്നിനും കൂടൂല, എന്നാലും അതല്ല എന്തായാലും ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞാനും സപ്പോർട്ട് ചെയ്യും കേട്ടോ, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ. പിന്നെന്താ മീൻകറിയൊക്കെ ഉണ്ടാക്കി ചോറും നിന്ന് കടന്നുറങ്ങിട്ടോ. പിന്നെ രാവിലെ എണീറ്റ് പിന്നെ വീണ്ടും കിച്ചണിൽ വന്നിക്കണ്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയ ഫ്രൈ പാനും അതേപോലെ ഒരു ഉണ്ണിയപ്പ ചട്ടിയും പിന്നെ ഒരു കടായി ആണല്ലോ കിട്ടിയത്. ആ ഉണ്ണിയപ്പ ചട്ടി ഞാൻ എടുത്തിട്ടില്ലേനെ കേട്ടോ. അപ്പോൾ ആ ഉണ്ണിയപ്പ ചട്ടിയിൽ ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പ ചട്ടി കഴുകി വെച്ചത് തന്നെയാണ് കേട്ടോ, എന്നാലും ഒന്നും കൂടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അത് ഫസ്റ്റാണ് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ ഞാൻ അടുപ്പ് എത്തിക്കാൻ പോകണില്ല, ഗ്യാസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ചട്ടിൻ്റെ ഉള്ളിൽ കണ്ടാൽ എന്തോ ഒരു ഫിനിഷിംഗ് ആണെന്നറിയോ. കണ്ടാൽ നമ്മൾ വിചാരിക്കും നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് കരുതും. ഇരുമ്പിൻ്റെതാണെന്ന് അറിയേയില്ല കേട്ടോ. അത്രയും നല്ലൊരു മിനുസാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ. അപ്പോൾ എൻ്റെ ബാവുക്കാക്കുന് ഇഷ്ടമാണ് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പിന്നെ എൻ്റെ തിരക്കറിയാലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നും പറയലുമില്ല കേട്ടോ. എനിക്ക് ഇന്നത് വേണമെന്നൊന്നും പറയലില്ല. ഞാൻ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കണത് കഴിക്കുന്നല്ലാതെ. പിന്നെ അതും വേണം കേട്ടോ പറയാം. നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മളെ വീട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടെങ്കിൽ നമ്മൾ എവിടെയും തോൽക്കൂല. മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അതേപോലെ അമ്മോശങ്ങാക്കി അമ്മായിമ്മയും നമ്മളെ സ്വന്തം വീട്ടുകാരും ഒക്കെ നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയും നമ്മൾ തോറ്റു പോകില്ല, നമ്മൾ ജയിക്കന്നെ ചെയ്യുള്ളൂ. അപ്പം എൻ്റെ കട്ട സപ്പോർട്ട് ഓരന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ കാര്യം പിന്നെ എടുത്ത് പറയേണ്ടതാണ്. കാരണം എനിക്ക് ചിലപ്പം എല്ലാ കാര്യങ്ങളൊന്നും നോക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. നമ്മളെ ചാനലിലേക്ക് വരുന്ന മെയിലും കാര്യങ്ങളൊക്കെ ഓനാണ് കേട്ടോ നോക്കൽ. പിന്നെ നമുക്കിപ്പോൾ 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടില്ല. പ്ലേ ബട്ടൺ കിട്ടാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. ചാനലൊക്കെ എല്ലാ ആൾക്കാർക്കും ഉപകരിക്കും. ഇൻഷാ അല്ലാ അത് ഒറ്റക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ചൂടായി ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം നിറച്ചൊഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഈ മാവ് പാലപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. ദോശമാവ് ആയാലും കുഴപ്പമില്ല, പാലപ്പത്തിൻ്റെ മാവായാലും കുഴപ്പമില്ല.
പാലപ്പത്തിൻ്റെ മാവാണെങ്കിൽ കുറച്ച് മധുരമൊക്കെ ഇട്ടാലേ കുറച്ചും കൂടെ പഞ്ചസാരയൊക്കെ ഇട്ടാൽ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. അങ്ങനെ ചായൻ്റെ കൂടെ അങ്ങനെ കഴിക്കാം. അപ്പോൾ ഞാൻ മധുരം ഇട്ടിട്ടില്ല. മാവ് കൂട്ടുമ്പോൾ നമ്മളൊരു സ്പൂൺ പഞ്ചസാര ചേർക്കുമല്ലോ, അങ്ങനെ ചേർത്തിട്ടുണ്ടതിന്. അല്ലാതെ രാവിലെ ചേർത്തിട്ടില്ല കേട്ടോ. രാവിലെ ഉപ്പിട്ടാണ്ട് ഇതേപോലെ ഈ ചട്ടിക്ക് ഓയിൽ ഒഴിച്ചാണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുത്തേക്കാണ് കേട്ടോ. അടച്ച് വെച്ചാൽ മതി, മുകൾ വശം പെട്ടെന്ന് വേവും. എണ്ണ അധികം ഒന്നും വേണമെന്നില്ല, കുറച്ച് എണ്ണ ആയാലും മതി. ഇതിവിടെ എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതിക്ക് എന്തെങ്കിലും ഒരു ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഉഷാറാണ്, ഒരിക്കൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ചട്ടി നമുക്ക് വീഡിയോയിൽ കാണിക്കും വേണം. നമുക്ക് റിവ്യൂ ചെയ്യാനൊക്കെ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ അയച്ചു തന്നാൽ അപ്പം തന്നെ വേറൊരാൾക്ക് കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഒരു പറയുന്ന സമയത്തൊക്കെ ഒരിക്കൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കാണലുണ്ട്, എനിക്കൊരു പാത്രം തരുമോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഞാൻ തന്നെ ഇങ്ങനത്തെ പാത്രത്തിനൊക്കെ കൊതിച്ച കാലങ്ങളുണ്ട്. ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലേനല്ലോ. ഇപ്പം അതിന് വേണ്ടിയിട്ട് നല്ല നല്ല പാത്രങ്ങൾ നമുക്ക് ഇൻഡസ് വാലിത്തെ പാത്രങ്ങൾ തന്നെ അധികം കേട്ടോ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യണത്. അപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ എൻ്റെ പാത്രങ്ങൾ കാണാനാണ് വീഡിയോ കാണുന്നതെന്നൊക്കെ പറയും. ചിലർ പറയും എൻ്റെ സംസാരം കേൾക്കുന്നത് ഇഷ്ടമാണെന്ന് പറയും. ചില ആൾക്കാർ പറയും നിങ്ങളെ കുക്കിംഗ് കാണുന്നതാണ് ഇഷ്ടം, അങ്ങനെ പറയാറുണ്ട്. അപ്പം കുക്കിംഗ് പറഞ്ഞാൽ നമ്മൾ കിച്ചണിൽ സാധാരണ ഓരോ വീട്ടിലുണ്ടാവുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. വെറൈറ്റി ഐറ്റംസ് ഒന്നും നമ്മളെ വീട്ടിലുണ്ടാവില്ല. പിന്നെ അങ്ങനെ വെറൈറ്റി ഫുഡിനോടൊന്നും താല്പര്യമില്ലല്ലോ ഇവിടെ എല്ലാവരും. ഒക്കെ നാടൻ ഫുഡിനോട് താല്പര്യമില്ലവരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ പോസ്റ്റ് ചെയ്യും. അതാണ് നമ്മളെ വീഡിയോ. അപ്പോൾ അത് കാണാൻ താല്പര്യമില്ല കൂട്ടുകാർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കൂട്ടുകാർ തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണതും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെന്താ, നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിരുന്നു അടുപ്പത്ത്. പിന്നെ ഞാൻ വിചാരിച്ച് ചോറ് നാക്കം പോലെ ഉണ്ടാക്കിയാൽ മതി. ഇന്നിപ്പോൾ മഞ്ജുമോൾക്ക് ആണ് ചോറ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇന്ന് അവിടുന്ന് ബിരിയാണി കഴിക്കട്ടെ ചോദിച്ചിനി. 50 ഉറുപ്പ്യ തരുമോ ചോദിച്ചിനി കേട്ടോ. അപ്പം നോക്ക് പൈസ കൊടുത്തേക്കാണ്. അപ്പം ഇനി ചോറ് കുറച്ചാക്കം പോലെ ആയാൽ മതി. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ച് കുടിക്കാനുള്ള വെള്ളം മുക്കി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വന്ന് ഇതിവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടോ 3-4 ട്രിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടതിന്. ചെറിയ അപ്പാണെങ്കിലേ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നല്ലോണം മൊരിച്ചെടുത്തിക്കണം കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ അതിക്കൊരു ചട്നി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനിതാ ചോറിന് വെച്ച വെള്ളപ്പുറത്ത് അടുപ്പത്തേക്ക് മാറ്റി വെച്ചാണ്. എന്നിട്ട് ആ അടുപ്പത്ത് നമ്മളെ കുഞ്ഞി കടായി അടുപ്പത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ചട്നി സവാളയും തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ടല്ലോ, ആ ചട്നി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബൗഗാക്കും കുട്ടികളും ഒന്ന് രാവിലെ പന കബറിങ്ങ് കൊയ്ക്കണം. ഐഫുക്കുട്ടിയും റിച്ചും ബാബു കേട്ടോ. അപ്പോൾ ഒരു വരുമ്പോക്കിന് വേഗം ഉണ്ടാക്കട്ടെ പോയപ്പോൾ പറഞ്ഞാണ് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടോ എന്ന് പറഞ്ഞ് പോയതാണ്. ഇനിയിപ്പോൾ ചട്നിയും കൂടി ആയാൽ മതി. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചട്ടിക്ക്. പിന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടില്ല, ചെറിയ ഉള്ളി അങ്ങനെ തന്നെ ഇട്ടേക്കാം കേട്ടോ. ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിനും കഴുകിയാണ്ട് അത് ഇട്ട് കൊടുത്തു. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സവാള. പിന്നെ ഒരു തക്കാളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിന്, കുറച്ച് തേങ്ങ ചിരവിയതും. അപ്പോൾ അതൊക്കെ കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ പുളി ചേർക്കണില്ല, തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ, ആ തക്കാളിൻ്റെ പുളി ഉണ്ടാവും, അത് മതി. അപ്പോൾ നല്ലോണം ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാ നമ്മളെ ഇരുമ്പിൻ്റെ ഈ ഒരു ചട്ടി സൂപ്പറാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ ചട്ടി. ഞാൻ വീഡിയോയിൽ അന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഇനി കുറേ ദിവസങ്ങൾ ഈ ചട്ടി ഇങ്ങനെ കാണേണ്ടി വരും. അപ്പോൾ അതിൽ ആരോ കമൻറ്റ് ഇട്ടീനി കേട്ടോ, അത് ആർക്കും തരൂലല്ലേ, ആർക്കും കിട്ടൂലല്ലേ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് പുതിയത് എന്തെങ്കിലും കിട്ടുമ്പോൾ അങ്ങനെയല്ലേ, പുതിയത് കിട്ടുമ്പോൾ അതിനോടൊരു ഇഷ്ടം കൂടുതലല്ലേ ഇക്കാരം. അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടോ, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തതിനേക്ക് അതൊക്കെ ഒന്ന് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോഴേക്കും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. എൻ്റെ കാശ്മീരി മുളക് പൊടി കഴിഞ്ഞാണ്, ഇത് എരിവുള്ള മുളക് പൊടി കേട്ടോ, അതുകൊണ്ടാണ് കളറില്ലാത്തത്. അപ്പം ഇതൊന്ന് അരച്ചെടുക്കണം ഇനി. അപ്പോൾ ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറിയിട്ട് അരച്ചെടുക്കുക, അല്ലെങ്കിൽ ചാറ് കേടേക്കാരം. അപ്പോൾ ഒന്നും കൂടി ചൂടാറട്ടെ, എന്നിട്ട് അരച്ചെടുക്കുക. സിമ്പിളാട്ടോ ഉണ്ടാക്കാൻ, നല്ലോണം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി. ഇനിയിപ്പോൾ ഈ ചട്നിയും കൂടി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ. ഇനി അത് അരച്ച് കൊണ്ടിട്ടെ. അപ്പോൾ ഇതാട്ടോ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെറാമിക്കിൻ്റെ പാത്രമല്ലേ, ഇതും എന്നോട് കമൻറ്റ് ബോക്സിൽ ചില കൂട്ടുകാർ ചോദിക്കലുണ്ട് ഇതിൻ്റെ ലിങ്ക് ഉണ്ടോ. അതിൻ്റെ ലിങ്ക് ഇല്ല കേട്ടോ, അത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, അതുകൊണ്ട് ലിങ്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചട്നി ആയിട്ടോ. ചട്നിക്ക് ഞാൻ കടുകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ വറുത്തിട്ട് കൊടുത്തു.
പിന്നെ എന്താ അതിക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്തിന് കേട്ടോ, എന്നാലേലും ചട്നി കളർ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പം കളറില്ല, അപ്പോൾ ഇന്ന് കളറില്ലാത്ത ചട്നി അയക്കുക. അപ്പോൾ നമ്മളെ മഞ്ജുമോൾക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ. മഞ്ജുമോൾ അപ്പൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരപ്പൊക്കെ തിന്നുള്ളൂ. ഇത് നല്ല ഇഷ്ടമാട്ടോ ഓൾക്ക്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്താണ്. ഇതൊക്കെ കഴിച്ചും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ മടിയില്ല കുട്ടിയൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ അപ്പൊക്കെ കാണുമ്പം ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവും, കാണുമ്പം കഴിക്കാൻ തോന്നും, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഈ ചട്നിയിൽ മുക്കി കഴിക്കാനേ നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ മഞ്ജുമോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. പിന്നെ മറ്റൊരു പള്ളിയിൽ നിന്ന് വന്നിട്ടില്ല, അപ്പോൾ ഞാൻ പോയിട്ട് വേഗം മുറ്റടിച്ച് വരട്ടെ, മുറ്റടിച്ച് വരാൻ പോയി. പിന്നെ മുറ്റത്ത് അങ്ങനെ ഒരുപാട് കച്ചറകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്താ ആ മുൻഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ മുന്നിലൊന്നും ഉണ്ടാവില്ല. മുന്നിലൊന്നല്ല, ആ റോഡ് സൈഡിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങണോടത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മുറ്റൊക്കെ അടിച്ചു വാരിയിട്ടു. പിന്നെ അതാ ഒരു പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിനി, അപ്പോൾ ഞാൻ ചായയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിച്ചുമോന് ഇടയ്ക്കൊക്കെ പോവലുണ്ട് ഉപ്പാൻ്റെ അടുത്തേക്ക് ഖബറിങ്ങൾക്ക്. രണ്ട് വലിയപ്പമാരുടെ അടുത്തേക്കും പോവും. രണ്ടുപ്പാരും കുറച്ചൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ഐഫക്കുട്ടി പോവലില്ല കേട്ടോ, ഐഫക്കുട്ടീനെ കൊണ്ടുപോകലില്ല. ഓൻ പിന്നെ നാത്തൂൻ്റെ കുട്ടികളെപ്പോഴോ ഇളച്ചൻ്റെ മോൻ്റെ എപ്പോഴോ അങ്ങനെയൊക്കെയാണ് പോവല്. അപ്പോൾ ഇന്ന് ഇപ്പച്ചിൻ്റെ കൂടെ ഓളും പോയി. അപ്പോൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ, എന്നോട് പറഞ്ഞ് രണ്ട് ഉപ്പമാരുടെ അടുത്തേക്കും പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞ്, 5 വർഷം ആയി. അപ്പം എൻ്റെ ഉപ്പ എന്നെ പറയലുണ്ടായിന് കേട്ടോ, റിച്ചുവിനോട് തന്നെ പറഞ്ഞിനി അന്നൊക്കെ, ഈ വലിയ കുട്ടിയാവുമ്പോൾ ഞാൻ മരിച്ചേക്കാണെങ്കിൽ ഈ മരിച്ച ഖബറിങ്ങൾക്ക് ഈ വരണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ എന്നൊക്കെ ഉപ്പ ഓനോട് പറഞ്ഞിനതൊക്കെ ഇങ്ങനെ ഓർക്കും ഞാൻ ചിലപ്പം. ഓൻ തന്നെ പറയട്ടോ എന്നോട്, ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ ഇനി മെച്ചി എന്നൊക്കെ പറയും. അങ്ങനെ പിന്നെ കുട്ടികൾ ചായയൊക്കെ കുടിച്ചവർക്ക് ബസ്സൊക്കെ വന്നവർ പോയി. പിന്നെ ഞങ്ങളും ചായ എടുക്കാൻ വേണ്ടിയിട്ടിരുന്ന്. അപ്പോൾ ബാബുവിന് പനിയേനെയും ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നേനി. അപ്പോൾ മരുന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ പോലെയാണ്, ഇങ്ങനെ ചായ കുടിക്കുക അല്ലെങ്കിൽ ചോറൊക്കെ തിന്നുക, അതിൻ്റെ ഇടയിലേക്കാണ് കേട്ടോ ഗുളി കുടിക്കുക, അല്ലെങ്കിൽ മിഠായിയോ എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ രണ്ടാളും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഇന്നത്തെ വീഡിയോ വരാൻ വൈകും കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചതുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒഴിവുള്ള സമയത്ത് അങ്ങനെ എഡിറ്റ് ചെയ്യും. ഇന്നെടുത്ത വീഡിയോയും കൂടെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വൈകും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ് കേട്ടോ ഫേസ്ബുക്കിൽ. ലൈക്കും കമൻറ്റും ഒക്കെ ഇടുകൊണ്ട് നിങ്ങളെയും ഗിവ് അവേയിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.